സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ വർഷങ്ങളോളം നമ്മുടെ അറിവുകളൊക്കെ കേരള ശബ്ദം വാരിയെ വായിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ കേരള ശബ്ദം കിട്ടാനില്ല. ഞാൻ ഇപ്പോഴൊന്നും ഇവിടെ അല്ല, ബോംബെ വെച്ച് തന്നെ കിട്ടാതായി. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ വായിക്കുന്നില്ല. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടുന്നു. അതിനകത്ത് KVS ഇളയതെന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ വ്യക്തി, അദ്ദേഹത്തിനെ നമുക്ക് എൻ്റെ അറിവിൽ ഞാൻ പുള്ളിയുടെ കേരള ശബ്ദത്തിനകത്ത് പണ്ട് ബോവനും മൂളിയൊക്കെ മനോരമയ്ക്കകത്ത് ലാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ പോലാണ് ഈ KVS ഇളയൻ്റെ ലാസ്റ്റ് അവസാനത്തെ പുറം എന്നാണ് അതിൻ്റെ ഇത് തന്നെ. അപ്പോൾ അത് വായിക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അതിനകത്തൊരു ഒത്തിരി കാര്യങ്ങൾ പല പല ആഴ്ചകളിൽ എഴുതുന്ന ഒരു പുറത്തിനകത്തേ ഉള്ളൂ. അതിനകത്ത് എഴുതിയാണ് ഒരു കടത്തുകാരൻ്റെ കാര്യം, ഒരു കടത്തുകാരനും മോൻ്റെ കാര്യം. ഒരു കടത്തുകാരനുണ്ടായിരുന്നു, അയാൾ വല്ലപ്പോഴും ഒക്കെ വരത്തുള്ളൂ, ചില കള്ളുമൊക്കെ കുടിക്കും. ആൾക്കാർ വരും, വിളിച്ചുണർത്തിയൊക്കെയാണ് അയാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തിക്കൊണ്ടിരിക്കുന്നത്. അയാൾ മരിച്ചുപോയി. അയാൾ മരിച്ചപ്പോൾ അയാളുടെ മകനായപ്പോഴത്തേന് ഇവനാണേൽ പണ്ട് പുള്ളിക്കാരൻ വല്ലപ്പോഴും എങ്കിലും ഇവനാണേൽ വള്ളം കൊണ്ട് അവിടെ ഇടും, വേണമെങ്കിൽ ഊന്നിക്കൊണ്ട് പോക്കോണം, വരിക, ഇവനവിടെ കാണാനേ ഇല്ല. അപ്പോഴാണ് ആൾക്കാർ പറയാൻ തുടങ്ങി ഇവൻ്റെ അപ്പൻ എത്രയോ ഭേദമായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ് നമുക്കിപ്പോൾ ശബരിമലയിൽ സംഭവിക്കുന്നത്. വിജയമല്ലയ്യ അന്ന് സ്വർണം കൊടുത്തു എന്നൊക്കെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്തപ്പോൾ നമ്മൾ തന്നെ ഉദ്ദേശിച്ചു ഇയാളൊരു ഭയങ്കര മദ്യവ്യാപാരിയാണ്, ഇയാൾക്ക് കിട്ടുന്ന ഈ കള്ളപ്പണം അവിടെ കൊണ്ട് കൊടുത്തു, അയാളുടെ കള്ളനാണ് എന്നൊക്കെയായിരുന്നു ഇതുവരെ നമ്മൾ കള്ളനെന്നല്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പോകുന്നില്ല. അയാളുടെ കാര്യങ്ങളൊക്കെ ഇപ്പം പുള്ളി വിദേശത്താണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, പുള്ളി കൊടുത്തു. ഇപ്പോൾ അദ്ദേഹത്തിനെ ഈ നാട്ടുകാർ, നമ്മുടെ ഈ ഗവൺമെൻറ് എല്ലാവരും കൂടെ വളരെ പരിശുദ്ധനാക്കി. കാര്യം അദ്ദേഹത്തിനെക്കാറ്റി വലിയ കള്ളന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അയാൾ കൊടുത്തത് അങ്ങേര് പറയുന്നില്ല ചെമ്പായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചേതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വിജയ് മല്ലയ്യ ഇവരെക്കാട്ടിലൊക്കെ ഒരു പരിശുദ്ധനായി. വിജയ് മല്ലയ്യ പരിശുദ്ധനല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അന്നത്തെ ഒരു അഭിപ്രായത്തിൽ പുള്ളിയുടെ മാക്ഡോവൽസ് കമ്പനിയുടെ ഈ പരസ്യം ഉദ്ദേശിച്ചാണ് പുള്ളി അവിടെ വെച്ചത്, അന്ന് കൊടുത്തു. ഇപ്പം വിജയ് മല്ലയ്യ ഈ ഒരു ഇന്നത്തെ ഭരണാധികാരികൾ അദ്ദേഹത്തെ പരിശുദ്ധനാക്കി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.